ബ്രിട്ടീഷ് ആചാര്യ, ഇംഗ്ലീഷ് ഈസ് മൈ ലൈഫ്. ഇംഗ്ലീഷ് ആകുന്നു എൻ്റെ ജീവിതം. ഹായ് ഫ്രണ്ട്സ്, ഹൗ യു? ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഐഡിയകൾ എത്ര തരം ഉണ്ടെന്നാണ്. ഇംഗ്ലീഷിൽ 4 തരം ആശയങ്ങളുണ്ട്. നമ്മൾ എന്ത് പറഞ്ഞാലും, എന്ത് കേട്ടാലും, എന്തെഴുതിയാലും, എന്ത് വായിച്ചാലും അതൊരു ആശയമായിരിക്കും, അല്ലേ? അപ്പോൾ എത്ര തരം ആശയമുണ്ട് എന്നാണ് നമ്മൾ കാണുവാനായിട്ട് പോകുന്നത്. ആദ്യത്തെ ആശയം എന്ന് പറയുന്നത്, ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ട് എന്ന് പറയുന്നത്. കുറച്ച് ഉദാഹരണങ്ങൾ നമ്മൾ ആദ്യം കണ്ടതാണ്. ദർ ഈസ് അങ്കിൾ ഇൻ ഹൗസ്, അല്ലേ? ദർ ആർ 14 districts in Kerala. ദർ ഈസ് ഇനഫ് മണി ഇൻ മൈ ബാങ്ക് അക്കൗണ്ട്. അങ്ങനെ എന്ത് എവിടെയുണ്ട് അല്ലെങ്കിൽ ആര് എവിടെയുണ്ട് എന്ന് പറയുന്ന ആശയത്തിൻ്റെ ഗ്രൂപ്പാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്, സ്ക്രീനിൽ കാണുന്നത്. ഓക്കെ, ബട്ട് ദർ ഈസ് എ വിസിറ്റർ ഇൻ മൈ ഓഫീസ്. എൻ്റെ ഓഫീസിൽ ഒരു വിസിറ്റർ ഉണ്ട്. ദർ ഈസ് എ കമ്പ്യൂട്ടർ ഇൻ മൈ ഓഫീസ്. എൻ്റെ ഓഫീസിൽ ഒരു കമ്പ്യൂട്ടർ ഉണ്ട് എന്നൊക്കെ പറയുന്ന ഐഡിയയാണ് ആദ്യ ഐഡിയ. ഓക്കെ, രണ്ടാമത്തേതാണ് ബി. ആ ഗ്രൂപ്പ് ഹെഡ്, ആ ഗ്രൂപ്പിൻ്റെ ഹെഡ് ആയിരിക്കുന്നത് ആരാണ്? ബി ആണ്. ബിയുടെ താഴെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്താണ്? ആയിരിക്കുക, ആകുക എന്ന ആശയങ്ങൾ. ഞാൻ ഒരു ടീച്ചറാണ്, ഞാനൊരു നടനാകും, ഞാനൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു. മോഹൻലാൽ ഈസ് എൻ ആക്ടർ, മമ്മൂട്ടി ഈസ് എൻ ആക്ടർ, രജനീകാന്ത് വാസ് എ ബസ് കണ്ടക്ടർ. അങ്ങനെ ആയിരിക്കുക, ആകുക എന്ന് പറയുന്ന ആശയങ്ങൾ നമ്മൾ ഈ ഗ്രൂപ്പിലൂടെയാണ് പറയുക. അതിൻ്റെ ഹെഡ് ആരാണ്? ബി ആണ്. ബിയും ബിയുടെ കുടുംബത്തിലെ അംഗങ്ങളുമാണ് ഇങ്ങനെയുള്ള ആശയങ്ങൾ പറയുവാൻ നമ്മളെ സഹായിക്കുക. മൂന്നാമത്തെ ഗ്രൂപ്പാണ് ഹാവ്. ഉണ്ട് എന്ന് പറയുന്നത്. എനിക്കുണ്ട്, നിനക്കുണ്ട്, അവനുണ്ട്, അവൾക്കുണ്ട് എന്ന് പറയുന്നത്. ഐ ഹാവ് എ ലാപ്ടോപ്പ്. എനിക്കൊരു ലാപ്ടോപ്പ് ഉണ്ട്. ഹി ഹാസ് കോൺഫിഡൻസ്. അവന് ആത്മവിശ്വാസമുണ്ട്. ഷീ ഹാസ് ആൻ അസിസ്റ്റൻറ്റ്. അവൾക്കൊരു അസിസ്റ്റൻ്റ് ഉണ്ട് എന്ന് ഒക്കെ പറയുന്ന ഗ്രൂപ്പാണ് ഉണ്ട്, ഉണ്ടായിരുന്നു, ഉണ്ടാകും, ഉണ്ടായേനെ, ഉണ്ടാകണം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അങ്ങനെയുള്ള ആശയങ്ങൾ പറയുവാൻ നമ്മളെ സഹായിക്കുന്ന ഗ്രൂപ്പാണ് ഹാവിൻ്റെ ഗ്രൂപ്പ്. ഹാവാണ് അവിടുത്തെ അധിപൻ. അതിന് താഴെ വരുന്ന അവൻ്റെ ഗ്രൂപ്പിലെ അംഗങ്ങൾ, ഹാവിൻ്റെ കുടുംബത്തിലെ അംഗങ്ങളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ പറയുവാൻ സഹായിക്കുക. അടുത്തത് പ്രവൃത്തിയെ കുറിക്കുന്ന ഗ്രൂപ്പാണ്. പ്രവൃത്തിയെ കുറിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് ആശയങ്ങളുണ്ടാകുന്ന ഗ്രൂപ്പാണ് ഡു. ഡു എന്നതാണ് അവിടുത്തെ ഹെഡ്. ഡുവിൻ്റെ താഴെ വരുന്ന റൺ, ജംപ്, റീഡ്, ഗോ, കം, സിങ്, ഡാൻസ് അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ച് ആശയങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ ഡുവിലാണ് ആശ്രയിക്കുക. അവിടെ പോയാൽ മാത്രമേ നമുക്ക് അങ്ങനെയുള്ള ആശയങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ കാണുന്നത്, നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ആ വാചകമാണ് ദർ ഈസ് അങ്കിൾ ഇൻ ഹൗസ്. വീട്ടിൽ അങ്കിൾ ഉണ്ട് എന്ന്. ദർബിയുടെ കുടുംബത്തിൽ നിന്നുള്ളൊരു വാചകമാണിത്. എങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കും? ദയറുണ്ട്, ഇവിടെയും ദയറുണ്ട്. അടുത്തത് ഹി ഹാസ് മൊബൈൽ ഫോൺ. നമ്മൾ ഉണ്ടാക്കിയ രണ്ടാമത്തെ സെൻറ്റൻസ് ഉണ്ട് എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. അതുകൊണ്ട് അത് ഈ ഹാവിൻ്റെ ഗ്രൂപ്പിലുള്ള വാചകമാണ്. കീഴിൽ വരുന്ന വാചകമാണ് ഹി ഹാസ് മൊബൈൽ ഫോൺ എന്നുള്ളത്. അടുത്തത് ബിയുടെ ഗ്രൂപ്പിൽ വരുന്ന വാചകമാണ് ഹി ഈസ് മെക്കാനിക്. കണ്ടോ, ഈസ് എന്ന് പറയുന്നത് ബിയുടെ കുടുംബത്തിലെ ഒരു അംഗമാണ്. അതുപയോഗിച്ച് നമ്മൾ ആണ്, ആകുന്നു, ആയിരിക്കുക, ആകുന്ന ആശയത്തെ നമ്മൾ ഈസ് ഉപയോഗിച്ച് ആണ്, ആകുന്നു എന്നാക്കി മാറ്റിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ബിയുടെ കുടുംബത്തിലെ ഒരു അംഗമാണ് ഈസ്. ബിയുടെ കുടുംബത്തിൽ നിന്നുള്ള ഒരു വാചകമാണ് ഹി ഈസ് മെക്കാനിക്. അടുത്തത് ഡു. ഹി ഡസ് റിപ്പയർ. ഡുവിൻ്റെ കുടുംബത്തിലുള്ള ഒരു വാക്കാണ് റിപ്പയർ. ഡു തന്നെയാണ് റിപ്പയർ. ഹി ഡസ് റിപ്പയർ, ചെയ്യുന്നു. ഈ വാചകം ഡുവിൻ്റെ കുടുംബത്തിലുള്ളതാണ്. അതുകൊണ്ടാണ് ഡുവിൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇംഗ്ലീഷിൽ എന്ത് പറഞ്ഞാലും, എന്ത് ശ്രവിച്ചാലും, എന്തെഴുതിയാലും, എന്ത് വായിച്ചാലും ഈ ഗ്രൂപ്പിൽ ഏതെങ്കിലും ഉള്ള വാചകമായിരിക്കും അത്. ആയിരക്കണക്കിന് വാചകങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. ആയിരക്കണക്കിന് ബുക്കുകൾ എഴുതപ്പെട്ടിട്ടുണ്ട്. ബുക്കുകൾ എഴുതപ്പെടുന്നുണ്ട്. ബുക്കുകൾ എഴുതപ്പെടും. ഇവയെല്ലാം
ഈ ബുക്കുകളിലെ ഏതൊരു വാചകവും അല്ലെങ്കിൽ ഏതൊരു ആശയവും ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഐഡിയ ആയിട്ട് അതിന് ബന്ധമുണ്ടാകും. ചിലപ്പോൾ ആ ആശയം ഹാവിൻ്റേതായിരിക്കാം, ചിലപ്പോൾ ദെയർ ബിയിൽ വരുന്നതായിരിക്കാം, ചിലപ്പോൾ ബിയുടേതായിരിക്കാം, ചിലപ്പോൾ ഡൂവിൻ്റേതായിരിക്കാം. അതുകൊണ്ട് തന്നെ എത്ര മനോഹരമാണ് ഈ സിസ്റ്റം എന്ന് മനസ്സിലാക്കുക. എത്ര എഴുതിയാലും, എത്ര വായിച്ചാലും, എത്ര പറഞ്ഞാലും, എത്ര ശ്രവിച്ചാലും ആ വാചകം ഈ കുടുംബത്തിലെ ഒരു അംഗമായിരിക്കുമെന്ന് തീർച്ചയാണ്. ഓക്കെ, അതുകൊണ്ട് ഈ 4 വാചകങ്ങൾ, ആദ്യം ഉണ്ടാക്കിയ ഈ 4 വാചകങ്ങൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നു. ഈ വാചകത്തിൽ നിന്നുകൊണ്ട് ഊന്നിക്കൊണ്ട് നമുക്ക് ഏതൊരു വാചകത്തെയും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ വാചകത്തെ പ്രാധാന്യം കൊടുത്ത് കാണുമല്ലോ. ഓക്കെ, ഇപ്പോൾ സ്ക്രീനിൽ നമുക്ക് 4 ഗ്രൂപ്പുകളെയും കാണാം. ഫസ്റ്റ് ഗ്രൂപ്പ് ഏതാണ്? ദെയർ ബി, നിലനിൽപ്പിനെ കുറിച്ച് പറയുന്ന ഗ്രൂപ്പ്, എന്ത് എവിടെയുണ്ടെന്ന് പറയുന്ന ഗ്രൂപ്പ്. രണ്ടാമത്തെ ഹാവ്, ഓണർഷിപ്പിൻ്റെ ഗ്രൂപ്പ്, അവകാശങ്ങളെ സൂചിപ്പിക്കുന്ന ആശയങ്ങൾ ഉണ്ടാക്കുന്ന ഗ്രൂപ്പ്. മൂന്നാമത്തത് ബി അല്ലെങ്കിൽ സ്റ്റേറ്റ്, നെയിം, പേര് അല്ലെങ്കിൽ അവസ്ഥകൾ പറയുന്ന ഗ്രൂപ്പ്. നാലാമത്തത് ഡു അല്ലെങ്കിൽ ആക്ഷൻ, പ്രവൃത്തിയെ കുറിക്കുന്ന വാചകങ്ങൾ ഉണ്ടാക്കുന്ന ഗ്രൂപ്പ്. ഇപ്പോൾ ഓരോ ഗ്രൂപ്പിനടിയിൽ ഒരു വാചകത്തിൻ്റെ ഭാഗം കൊടുത്തിട്ടുണ്ട്. സംതിങ് ഈസ് മിസ്സിങ് ദെയർ. എന്താണത്? ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്? ദെയർ ഉണ്ട്, ഈസ് ഉണ്ട്, ഇൻ ഉണ്ട്. ഇവിടെ ഇപ്പോൾ 2 വേർഡ്സ് മിസ് ചെയ്യുന്നുണ്ട്. സ്ഥലം മിസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്ത് അല്ലെങ്കിൽ ആര് എന്ന് മിസ് ചെയ്യുന്നുണ്ട്. ദെയർ ഈസ് ഇന്നയാൾ അല്ലെങ്കിൽ ഇന്ന സാധനം, ഇന്ന സ്ഥലം. അപ്പോൾ ഇവിടെ 2 വാക്കുകൾ ഇല്ല, അത് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അടുത്ത ഐ ഹാവ്, എനിക്കുണ്ട്, എന്താണെന്ന് കൊടുത്തിട്ടില്ല. അടുത്ത ഐ ആം അല്ലേ, ഐ ആം എന്താണെന്ന് കൊടുത്തിട്ടില്ല. ഐ ഡു, ചെയ്യുന്ന പ്രവൃത്തിയെ നമ്മൾ കൊടുത്തിട്ടില്ല, അത് കണ്ടുപിടിക്കണം. ഇപ്പോൾ കണ്ടുപിടിച്ചത് നമ്മൾക്കറിയാം. എന്താണ്? അങ്കിൾ, ഹൗസ്, മൊബൈൽ ഫോൺ, മെക്കാനിക്, റിപ്പയർ ആണ്. അത് മാത്രം പോരല്ലോ. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ളൊരു സൂത്രമാണ് നമ്മൾ കാണുവാനായിട്ട് പോകുന്നത്. ഇവിടെ കാണുന്ന ഇതെന്താണ്? സ്ട്രക്ചർ വേർഡ്സ് ആണ്. ഇതൊരു സ്ട്രക്ചർ വേർഡാണ്, സ്ട്രക്ചർ വേർഡാണ്, സ്ട്രക്ചർ വേർഡാണ്, സ്ട്രക്ചർ വേർഡാണ്, സ്ട്രക്ചർ വേർഡാണ്. നമുക്കിവിടെ വേണ്ടത് കണ്ടൻറ്റ്. അതിൻ്റെ പ്രധാന വാക്കുകൾ ഇവിടെ ഇല്ല, അത് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നു. അതെങ്ങനെ കണ്ടുപിടിക്കുവാൻ സാധിക്കുമെന്നാണ് നമ്മൾ കാണുവാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇനി നമ്മൾ കാണുവാനായിട്ട് പോകുന്നത് കണ്ടൻറ്റ് വേർഡ്സുകളെ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാമെന്നുള്ളതാണ്. ഓക്കെ, വളരെ രസകരമായിട്ട് നമുക്ക് ആ വാക്കുകളെ കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഒരു കാര്യം ചോദിച്ചോട്ടെ. എന്താണ് ഒരു കോൺവെർസേഷൻ? എങ്ങനെയാണ് ഒരു കോൺവെർസേഷൻ ഉണ്ടാകുന്നത്? ഒരു കോൺവെർസേഷൻ ഉണ്ടാകണമെങ്കിൽ എത്ര പേര് വേണം? മിനിമം 2 പേര് വേണം, ഇല്ലേ? നമ്മൾ എത്രയോ കോൺവെർസേഷൻസ് ഈ ജീവിതത്തിൽ നടത്തിയിരിക്കുന്നു, അല്ലേ? കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കോൺവെർസേഷൻ തുടങ്ങുകയാണ്. കിടക്കുന്നത് വരെ, ഉറങ്ങുന്നത് വരെ നമ്മൾ എത്രയോ കോൺവെർസേഷൻസ് നടത്തുന്നു. പല പല റോളുകളിൽ നമ്മൾ ജീവിക്കുകയാണ്, അല്ലേ? ഓരോ പ്രഭാതം പൊട്ടി വിടരുമ്പോഴും നമ്മൾ എത്രയോ റോളുകളാണ് ചെയ്യുക. ആദ്യം കാണുന്നത് അമ്മയെ ആണെങ്കിൽ അവിടെ മകനും അമ്മയും തമ്മിലുള്ള കോൺവെർസേഷൻ, അല്ലെങ്കിൽ മകളും അമ്മയും തമ്മിലുള്ള കോൺവെർസേഷൻ. ഉണരുമ്പോൾ ആദ്യം കാണുന്നത് ഭാര്യയാണെങ്കിൽ അവിടെയുള്ള കോൺവെർസേഷൻ എന്താണ്? ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള കോൺവെർസേഷൻ. എഴുന്നേറ്റിരുന്ന് പത്രം വായിക്കുമ്പോൾ മകൾ കോഫി കൊണ്ടുവരുന്നു, അവിടെയുള്ള കോൺവെർസേഷൻ എന്താണ്? അച്ഛനും മകളും തമ്മിലുള്ള കോൺവെർസേഷൻ. വീണ്ടും നമ്മൾ ബസ്സിൽ കയറുന്നു, അവിടെ ഒരു പാസഞ്ചറായി നമ്മൾ വേഷമിടുന്നു, അവിടെ പാസഞ്ചറും കണ്ടക്ടറും തമ്മിലുള്ള കോൺവെർസേഷൻ. വീണ്ടും ഒരു കടയിൽ കയറി ചായ കുടിക്കുന്നു, അവിടെ നമ്മൾ കസ്റ്റമറായി മാറുന്നു, ഇല്ലേ? ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ അവിടെ പേഷ്യൻ്റായിട്ട് മാറുന്നു, ഡോക്ടറും പേഷ്യൻറ്റും തമ്മിലുള്ള കോൺവെർസേഷൻ. സ്കൂളിൽ ചെല്ലുമ്പോൾ സ്റ്റുഡൻറ്റും ടീച്ചറുമായിട്ടുള്ള കോൺവെർസേഷൻ. എത്രയോ റോളുകളിൽ നമ്മൾ ഒരു ദിവസം ജീവിക്കുന്നുണ്ട്. ഇവിടെ എങ്ങനെയാണ് ഒരു കോൺവെർസേഷൻ ഉണ്ടാകുന്നത് എന്നാണ് കാണുവാനായിട്ട് പോകുന്നത്. അതിനായി നമുക്ക് ഒരു സാഹചര്യം വേണം. പല സാഹചര്യങ്ങളും നമ്മൾ പറഞ്ഞു. ഏതെങ്കിലും ഒരു സാഹചര്യം എടുക്കാം, അവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കുകളെ നമ്മൾ കളക്ട് ചെയ്യുന്നു, അതിനെ വാചകങ്ങളാക്കി മാറ്റുന്നു. അപ്പോൾ ഒരു കോൺവെർസേഷൻ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എല്ലാ ആശയങ്ങൾക്കും വാക്കുകൾ വേണം. എക്സിസ്റ്റൻസിന് വാക്കുകൾ വേണം, ഓണർഷിപ്പിൽ ആശയങ്ങൾ ഉണ്ടാക്കുവാൻ വാക്കുകൾ വേണം, ബിയുടെ ഗ്രൂപ്പിൽ സ്റ്റേറ്റിനെയും
പറയുന്ന ഗ്രൂപ്പിലേക്ക് വേണം. പ്രവൃത്തിയെ കുറിക്കുന്ന വാക്കുകൾ വേണം. എന്തിനു വേണ്ടി? ഡൂവിൽ ആശയങ്ങൾ ഉണ്ടാക്കുവാൻ. ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് ഒരു പേഷ്യൻറ്റും ഡോക്ടറുമായിട്ട് ഉള്ള സംസാരത്തിൽ വരുന്ന വാക്കുകൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ്. ഓക്കെ, പേഷ്യൻറ്റും ഡോക്ടറും. ഇവിടെ നമ്മൾ ഒരു സാഹചര്യം എടുക്കുന്നു, ഒരു പേഷ്യൻറ്റും ഡോക്ടറും തമ്മിലുള്ള ഒരു സാഹചര്യം. ഓക്കെ, നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ പറയും അല്ലേ? ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ ആരാണ്? പേഷ്യൻ്റാണ്. ഓക്കെ, പക്ഷേ നമ്മൾ പറയുമ്പോൾ നമ്മൾ പേഷ്യൻ്റ് എന്ന് പറയില്ല. ഐ എന്ന് പറഞ്ഞതിന് ശേഷം നമുക്കുള്ള പ്രശ്നങ്ങൾ പറയും. ഓക്കെ, ഐ എന്ന് പറയും. അതുകൊണ്ടാണ് ഇവിടെ ഐ എന്ന് കൊടുത്തിരിക്കുക. ഒരു പേഷ്യൻറ്റും ഒരു ഡോക്ടറും തമ്മിലുള്ള സംഭാഷണത്തിൽ വരാവുന്ന കുറച്ച് വാക്കുകളാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. വൊമിറ്റ്, സ്കാസ്, ടൈറ്റ്, ഫ്രൈറ്റൻഡ്, ബാക്ക് പെയിൻ, ഹൈ ബ്ലഡ് പ്രഷർ, മൈഗ്രെയിൻ. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് മിസ് ചെയ്യുന്നു? സ്ട്രക്ചർ വേർഡ്സ് മിസ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ സ്ട്രക്ചർ വേർഡ്സ് കൊടുക്കണം. ഓക്കെ, ഇവിടെ സ്ട്രക്ചർ വേർഡ്സ് കൊടുക്കണം. ഡു ആണോ, അല്ലെങ്കിൽ ഹാവ് ആണോ, ഹാസ് ആണോ, അല്ലെങ്കിൽ ഈസ് ആണോ, ആമാണോ, അല്ലെങ്കിൽ ദെയർ ഈസിലെ ഈസ് ആണോ, ആറാണോ എന്നൊക്കെ വയ്ക്കുന്ന ഗ്യാപ്പാണ് ഈ ഗ്യാപ്പ്. ഇവിടെ നമ്മൾ സബ്ജക്റ്റ് ആണ് വയ്ക്കുക. ഓക്കെ, ഇവിടെ സബ്ജക്റ്റ് ആരാണ്? ഐ ആണ് സബ്ജക്റ്റ്. ഐ. ഓക്കെ, ഐ ഐ ഐ ഐ ഐ ഐ ഉണ്ടോ? അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഡോക്ടറോട് പറയുക. ഇതൊരു പഠന രീതി ആയതുകൊണ്ട് ആ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ പറയുന്നത്, ഫോർമാറ്റിലാണ് ഇത് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഡു ആണോ ഡസ് ആണോ വെക്കേണ്ടത് എന്ന് എങ്ങനെ അറിയുവാൻ സാധിക്കും? അല്ലെങ്കിൽ ഈസ് ആണോ, ആമാണോ, ആറാണോ, അല്ലെങ്കിൽ ഹാവ് ആണോ, ഹാസ് ആണോ, അല്ലെങ്കിൽ ഇവിടെ ദയർ വെച്ചിട്ട് ഈസ് ആണോ, ആറാണോ എന്ന് നമുക്ക് എങ്ങനെ അറിയുവാൻ സാധിക്കും? ഈ പദം ഏത് ഗ്രൂപ്പിൻ്റേതാണെന്ന് മനസ്സിലാക്കണം. ഈ പദം പ്രവൃത്തിയെ കുറിക്കുന്ന വാക്കാണോ, അല്ലെങ്കിൽ ഈ പദം ബി ഗ്രൂപ്പിൻ്റേതാണോ, അല്ലെങ്കിൽ ഈ പദം എനിക്ക് ഉണ്ട് എന്ന് പറയുന്ന പേരാണോ? അങ്ങനെയാണെങ്കിൽ ഐ ഹാവ് വൊമിറ്റ് എന്ന് പറയണം, അങ്ങനെ പറയുവാൻ സാധിക്കണം. അല്ലെങ്കിൽ ഐ ആം വൊമിറ്റ് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുമോ? അല്ലെങ്കിൽ ദെയർ ഈസ് വൊമിറ്റ് എന്ന് പറയുവാൻ സാധിക്കുമോ? ഈ വാക്ക് ഏത് കുടുംബത്തിൽപ്പെട്ടതാണെന്ന് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ആ കുടുംബത്തിലെ സ്ട്രക്ചർ വേർഡ്സ് എടുത്തുകൊണ്ട് നമുക്ക് വാചകം പൂർണ്ണമാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം. ഈ വൊമിറ്റ് എന്ന വാക്ക് ചെയ്യുക, ഒരു പ്രവൃത്തിയെ കുറിക്കുന്ന വാക്കാണെങ്കിൽ ഇവിടെ നിങ്ങൾ ടിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഐ ആം വൊമിറ്റ്, ഞാൻ വൊമിറ്റ് ആണ് എന്ന് പറയുന്നതാണെങ്കിൽ ഈ വൊമിറ്റ് ബിയുടെ വേർഡാണെങ്കിൽ ഇത് ടിക്ക് ചെയ്യുക. ഐ ഹാവ് വൊമിറ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം കിട്ടുമെങ്കിൽ ഹാവ് ടിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ദെയർ ഈസ് വൊമിറ്റ്, ഇന്ന സ്ഥലത്ത് എന്ന് പറയുന്ന വാചകമുണ്ടാക്കുവാൻ കഴിയുമെങ്കിൽ ഈ ടിക്ക് ചെയ്യുക. അപ്പോൾ ഈ വാക്ക് ഏത് കുടുംബത്തിൻ്റേതാണെന്ന് മനസ്സിലാക്കിയ ആ കുടുംബത്തിലെ സ്ട്രക്ചർ വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പൂർണ്ണമായ വാചകങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും. വൊമിറ്റിംഗ് ING ചേർത്ത് പറയാവുന്ന ഒരു വാക്കാണ് അല്ലേ, നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഏതിൻ്റേതായിരിക്കുമോ വാക്ക്? ഡൂവിൻ്റേതായിരിക്കും. അപ്പം നമുക്ക് ഡുവോ ഡസോ വയ്ക്കുവാൻ സാധിക്കും. അങ്ങനെ ഐ ഡു വൊമിറ്റ് എന്ന് ഡോക്ടറോട് നമുക്ക് പറയുവാനും സാധിക്കും. ഓക്കെ, ഇത് ടിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഡു അല്ലെങ്കിൽ ഡസ്, പക്ഷെ ഇവിടെ വയ്ക്കുന്ന സബ്ജക്റ്റ് ഏതാണെന്ന് നോക്കിയതിന് ശേഷം ഡുവോ ഡസോ തിരഞ്ഞെടുക്കുക. അപ്പോൾ നോർമലി നമ്മളാണ് പറയുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയും? ഐ ഡു വൊമിറ്റ് എന്ന് പറയും. കുട്ടിയെ കൊണ്ടുപോകുന്ന അമ്മയാണ് ഡോക്ടറോട് പറയുന്നതെങ്കിൽ ഹി ഡസ് വൊമിറ്റ് എന്ന അമ്മ ഡോക്ടറോട് പറയും. കുട്ടിയെ പറ്റിയാണ് പറയുന്നത്, കുട്ടി ചെറുതാണെങ്കിൽ അങ്ങനെയും നമുക്ക് പറയാം. ഓക്കെ, ഇനി അടുത്തത് സ്കാസ്. സ്കാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കലകൾ എന്നാണ്. കലകൾ. അപ്പം ഐ ഹാവ് കലകൾ, ഐ ആം കലകൾ, ഐ ഡു കലകൾ എന്ന കലകൾ എന്ന് പറഞ്ഞാൽ പാടുകൾ, മുഖത്തുള്ള പാടുകൾ. അത് നമ്മൾ എങ്ങനെയാണ് പറയുക? കലകളാണ്, പാടുകളാണ്. അപ്പോൾ ഒരു പ്രവൃത്തിയല്ല. അപ്പോൾ നമുക്ക് ഇതല്ല എന്ന് മനസ്സിലായി. ഐ ആം കലകൾ എന്ന് പറയോ? അല്ല, അതും അല്ല. പിന്നെ നമുക്ക് എങ്ങനെ പറയാം? ഐ ഹാവ് സ്കാസ്, എനിക്ക് കലകളുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതിലും നല്ലത് ഏതാണ്? അതിലും നല്ലത് സ്ഥലം വെച്ച് പറയുന്നതാണ് അല്ലേ. ഇന്ന സ്ഥലത്ത് എനിക്ക് പാടുകളുണ്ട് എന്ന് ഡോക്ടറോട് പറയുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാണെങ്കിൽ അത് ഏതിൻ്റെ വാക്കാണ്? ഈയുടെ വാക്കാണ്. ഇനി മൂന്നാമത്തെ വേർഡ് നോക്കാം. ഇതെല്ലാവർക്കും അറിയാമായിരിക്കും. ഐ ടയേർഡ്.
ഐ ഡു ടയേർഡ് എന്ന് പറയുമോ? ഇല്ല. നമ്മൾ കേട്ടിട്ടുണ്ട് ഐ ആം ടയേർഡ്, ഐ ആം. അപ്പോൾ ഈ വാക്ക് ഏത് ഗ്രൂപ്പിൻ്റേതാണ്? ബി എന്ന ഗ്രാമർ കുടുംബത്തിലേതാണ് ഈ ടയേർഡ് എന്ന വാക്ക്? അപ്പോൾ നമ്മൾ ബി ടിക്ക് ചെയ്യുക, എന്നിട്ട് ആം വയ്ക്കുക, ഐ വയ്ക്കുക. അപ്പോൾ ഡോക്ടറോട് പറയുവാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഇതെല്ലാം നിങ്ങൾ ബുക്കിൽ എഴുതുന്നുണ്ടോ? എഴുതുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ഇതൊന്ന് പോസ് ചെയ്തിട്ട് ബുക്ക് തുറന്നു വയ്ക്കുക, ഇതെഴുതുക, എന്നിട്ട് നിങ്ങൾ തന്നെ ഇങ്ങനെ പരിശീലിക്കുക. ഓക്കെ. ഐ ഡാഷ് ഫ്രൈറ്റഡ്. ഇവിടെ നമ്മൾ പഠിച്ചത് ഈസ് പഠിച്ചു, ആർ പഠിച്ചു, ദെയർ ഈസ് ദെയർ ആർ പഠിച്ചു, ഹാവ് ഹാസ് പഠിച്ചു, ഈസ് ആം ആർ പഠിച്ചു, ഡു ഡസ് പഠിച്ചു. ഓക്കെ. ദെയർ ഈസ് ഫ്രൈറ്റൻഡ് അതല്ല, അപ്പം ഈ അല്ല. പിന്നെ ഐ ഡു ഫ്രൈറ്റൻഡ്, ഐ ആം ഫ്രൈറ്റൻഡ്, ഐ ഹാവ് ഫ്രൈറ്റൻഡ്. ഏതായിരിക്കും ശരി? ഐ ആം ഫ്രൈറ്റൻ, പേടിയുള്ളവനാണ്, പേടിയുള്ള എന്നർത്ഥമാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഐ ആം ഫ്രൈറ്റൻഡ് ഏതിൻ്റേതാണ്? ബിയുടേതാണ്. ഇനി ബാക്ക് പെയിൻ, പുറം വേദന എങ്ങനെ നമ്മൾ പറയാറ്? ഉണ്ട് എന്നാണോ പറയാറ്? അങ്ങനെയാണെങ്കിൽ ഐ ഹാവ് ബാക്ക് പെയിൻ, ഇവിടെ ടിക്ക് ചെയ്യുക. ഐ ആം ബാക്ക് പെയിൻ എന്ന് പറയുമോ? ഞാൻ പുറം വേദനയാണ്, ആണ്. ഐ ആം ആണ് ബാക്ക് പെയിൻ, ഞാൻ പുറം വേദനയാണെന്ന് പറയുമല്ലോ. അപ്പോൾ ഐ ഹാവ് ബാക്ക് പെയിൻ, ഇത് ടിക്ക് ചെയ്യുക. ഓക്കെ. ഇനി അടുത്തത് ആറാമത്തത് എങ്ങനെയാണ്? ഐ ആം ഹൈ ബ്ലഡ് പ്രഷർ. അപ്പോൾ ബിയുടെ വാക്കാണെങ്കിൽ ആം വയ്ക്കാം. ഐ വയ്ക്കുമ്പോൾ, ഈ ഐ ഇവിടെ വയ്ക്കുമ്പോൾ, നിങ്ങൾ ഡോക്ടറോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഐ എന്നാണ് പറയുക. അപ്പോൾ ഐ വെച്ചാൽ ബി ആണെങ്കിൽ ആം വരും. അപ്പോൾ ഐ ആം ഹൈ ബ്ലഡ് പ്രഷർ എന്ന് പറയും. ഓക്കെ. ശരിയാണോ? അല്ല. ഇനി ഇതൊരു ഡൂയിങ് വാക്കാണോ? അല്ല. അപ്പോൾ ഡു ഡസ് അല്ല. പിന്നെ ഹാവ് ഹാസ് ആണോ? ഐ ഹാവ്. അതെ, എനിക്ക് എന്തുണ്ട്? ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ട്. അപ്പോൾ ഐ ഹാവ് ഹൈ ബ്ലഡ് പ്രഷർ. അപ്പോൾ നമ്മൾ എന്ത് ടിക്ക് ചെയ്യുക? എച്ചിൻ്റെ കുടുംബമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അടുത്തത് ഐ ഹാവ് മൈഗ്രെയിൻ, അതും എച്ചിൻ്റെ കുടുംബമാണ്, ഇത് ടിക്ക് ചെയ്യുക. അപ്പോൾ ബുക്കിൽ ഇതെല്ലാം ടിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒതൻറ്റിക്കായിട്ട് അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായ രീതിയിൽ ഈ ആശയങ്ങളെ പഠിക്കുകയാണ്. ഇത് ഒരു ഡോക്ടറും പേഷ്യൻറ്റും തമ്മിലുള്ള സംഭാഷണത്തിൽ വരുന്ന വാക്കുകളാണെങ്കിൽ ഏതൊരു സംഭാഷണത്തിലും ഇങ്ങനെയുള്ള വാക്കുകളുണ്ടാകും, വ്യത്യസ്തങ്ങളായ വാക്കുകളുണ്ടാകും. ഇപ്പോൾ ഒരു ബാങ്ക് മാനേജറുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഈ വാക്കുകളൊന്നും അവിടെ വരില്ല. അല്ല, അവിടെ ചിലപ്പോൾ വരുന്നത് വിഡ്രോ എന്ന വാക്ക് വരാം, ഡിപ്പോസിറ്റ് എന്ന വാക്ക് വരാം, സൈൻ എന്ന വാക്ക് വരാം, ഇല്ലേ, മണി എന്ന വാക്ക് വരാം. അപ്പോൾ ഏതൊരു സംഭാഷണത്തിലും വാക്കുകൾ വ്യത്യസ്തമായിരിക്കും, പക്ഷേ ആശയങ്ങൾ നാലെണ്ണമാണ്. അവിടെ ഉപയോഗിക്കുന്ന ഗ്രാമർ വാക്കുകളും ഒന്ന് തന്നെയായിരിക്കും. ഓക്കെ. അപ്പോൾ നിങ്ങളിതിനെ വാചകങ്ങളാക്കി മാറ്റുക. ആദ്യം പഠിച്ച രീതിയിൽ വൊമിറ്റിന് മുന്നേ ഡു വേണോ, ഡസ് വേണോ, സ്കാസിന് മുന്നേ ദെയർ ഈസ് വേണോ, ദെയർ ആർ വേണോ, മൂന്നാമത്തെ ടയേർഡിന് മുന്നിൽ ആം ആണോ, ഈസ് ആണോ, ആറാണോ, അല്ലെങ്കിൽ ഹാവ് ആണോ, ഹാസ് ആണോ, അങ്ങനെ എല്ലാ വാക്കുകളും നോക്കിയിട്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇപ്പോൾ കാണുന്നത് ആദ്യത്തെ ഡു എന്ന കുടുംബത്തിലെ വാക്കാണ്. അടുത്തത് ഇ എന്ന കുടുംബത്തിലെ വാക്കാണ്. ഇ എന്ന കുടുംബത്തിൽ ഈ വാചകം ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യണം? ദയർ ഇവിടെ തുടങ്ങണം, ഈസ് അല്ലെങ്കിൽ ആർ വയ്ക്കണം, സ്കാസ് ആയതുകൊണ്ട് ആർ വയ്ക്കണം. ദയർ ആർ സ്കാസ്. കലകൾ എവിടെയാണ്? ഓൺ മൈ ഫേസ് എന്ന് കൊടുക്കുക, സ്ഥലവും കൊടുക്കുക. അപ്പം എൻ്റെ മുഖത്ത് കലകളുണ്ട്, പാടുകളുണ്ട്, ദയർ ആർ, അങ്ങനെയാക്കി മാറ്റാം. അപ്പം അടുത്തത് അപ്പോൾ ബി ആണ്. അപ്പോൾ നമുക്ക് ആം ഈസ് ആർ വരും. അപ്പോൾ ഐ ആം ടയേർഡ്. അടുത്തത് വീണ്ടും ബി ആണ്. അപ്പോൾ ഐ ആം ഫ്രൈറ്റൻഡ്. അടുത്തത് എച്ച് ആണ്. എച്ച് ആകുമ്പോൾ ഇവിടെ വരുന്ന സ്ട്രക്ചർ വേർഡ്സ് പഠിച്ചത് ഏതാണ്? ഹാവ് ഹാസ് ആണ്. അപ്പോൾ ഐ ഹാവ് ബാക്ക് പെയിൻ. ഇനി കുറേ പഠിക്കുവാനുണ്ട്. ഓക്കെ. അടുത്തത് വീണ്ടും എച്ച് ആണ്. അപ്പോൾ ഐ ഹാവ് ഹൈ ബ്ലഡ് പ്രഷർ. അടുത്തത് വീണ്ടും എച്ച് ആണ്. ഐ ഹാവ് മൈഗ്രെയിൻ. അപ്പോൾ ഇവിടെ എച്ച് ആണ് കൂടുതൽ. 7 വാചകത്തിൽ 3 വാചകം എച്ച് എന്ന കുടുംബത്തിൽ, ഹാവിൻ്റെ കുടുംബത്തിൽ നിന്നും, 2 വാചകം ബിയുടെ കുടുംബത്തിൽ നിന്ന്, 1 വാചകം ദെയർ ബി എക്സിസ്റ്റൻസിൻ്റെ കുടുംബത്തിൽ നിന്നും, 1 വാചകം ഡൂവിൻ്റെ കുടുംബത്തിൽ നിന്നും ഉണ്ട്. ഓക്കെ. ഇനി പുതിയ വാക്കുകളാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾ തന്നെ ചെയ്യുക. ഓക്കെ. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഇത് എഴുതിയെടുക്കുക. എന്നിട്ട് നിങ്ങൾ തന്നെ ഡൂവിൻ്റെ വാക്കുകൾ ഏതാണ്, ബിയുടെ വാക്കുകൾ ഏതാണ്, ഹാവിൻ്റെ വാക്കുകൾ ഏതാണ്, ദെയർ ബിയുടെ വാക്കുകൾ ഏതാണെന്ന് വലത് ഭാഗത്ത് കാണുന്ന സ്ക്വയറിൽ ടിക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ പഠിച്ച രീതിയിൽ തുടക്കത്തിൽ ഐ വയ്ക്കുക. ഐ വെച്ചതിന് ശേഷം അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള
ഡു ഡസ് ആണോ, ഹാവ് ഹാസ് ആണോ, ഈസാമാറാണോ, അല്ലെങ്കിൽ ദയർ വെച്ചിട്ട് ഈസാർ ചൂസ് ചെയ്യേണ്ട വാചകമാണോ എന്ന് നോക്കുക. ഓക്കെ, അതിനുശേഷം നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കടക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾ ചെയ്തത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുക. ആദ്യത്തെ വാചകം ഹാവിൻ്റേതാണ്. ഐ ഹാവ് കോൾഡ്, ഷീ ഹാസ് കോൾഡ്. അവൾക്ക് ജലദോഷമുണ്ട്, എനിക്ക് ജലദോഷമുണ്ട്. അടുത്തത് ബിയുടെയാണ്. ഷീസ് അബ്നോർമൽ അല്ലെങ്കിൽ ഹീസ് അബ്നോർമൽ. ദേ ആർ അല്ലേ അബ്നോർമൽ, യു ആർ അബ്നോർമൽ. അടുത്ത സ്റ്റാമർ. സ്റ്റാമർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? വിക്കുക, വിക്കുക എന്നാണ്. സ്റ്റാമറിങ്, അപ്പോൾ അത് ഡൂവിൻ്റെ വാക്കാണ്. അപ്പോൾ എന്ത് പറയാം? ഐ ഡു സ്റ്റാമർ, ഹീ ഡസ് സ്റ്റാമർ എന്ന് പറയാം. ഓക്കെ, അടുത്തത് ബിയുടെ വാക്കാണ്. അപ്പോൾ ഐ ആണെങ്കിൽ ഐ ആം അപ്സെറ്റ്, യു ആണെങ്കിൽ യു ആർ അപ്സെറ്റ്, ദേ ആണെങ്കിൽ ദേ ആർ അപ്സെറ്റ് അല്ലേ. ഹി ആണെങ്കിൽ ഹി ഈസ് അപ്സെറ്റ്, രാജു ആണെങ്കിൽ രാജു ഈസ് അപ്സെറ്റ്, അങ്ങനെ പറയുവാൻ സാധിക്കും. അടുത്തത് ദയർ ബിയുടെ ഗ്രൂപ്പാണ്. കാരണം കണ്ടോ, ഈ വന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ദയർന്ന് തുടങ്ങണം. ഇവിടെ ഈ കാണുമ്പോൾ അതെല്ലാം ഈയുടെ വാചകമാണെങ്കിൽ, ഈയുടെ കുടുംബത്തിൽ നിന്നുള്ള വാചകമാണ് ഇതെങ്കിൽ ഇവിടെ തുടങ്ങുന്നത് ദയർ എന്നായിരിക്കും. പിന്നെ ഇപ്പോൾ നമ്മൾ പഠിച്ചത് ഈസ് ആർ എന്നാണ്. അവ റിങ്കിൾസ്, അപ്പോൾ ദെയർ ആർ റിങ്കിൾസ്, ചുളിവുകൾ. ഓക്കെ, ദെയർ ആർ റിങ്കിൾസ് ഓൺ മൈ ഫേസ് എന്ന് ആയിരിക്കാം ഈ വാചകം. എവിടെയാണ് റിങ്കിൾസ് കാണുന്നത് എന്ന് ഇതിൻ്റെ വലതുഭാഗത്ത് എഴുതുക. ഈസ് ആർ ചൂസ് ചെയ്യുക, ദെയർ കൊടുക്കുക. ഇവിടെ ഈ ആണെങ്കിൽ. ഓക്കെ, അടുത്തത് ഹാവിൻ്റേതാണ്. ഐ ഹാവ് ചിക്കൻ ബോക്സ്, ഹി ഹാസ് ചിക്കൻ ബോക്സ്. അടുത്തത് ബിയുടേതാണ്. അപ്പോൾ എന്ത് വരും? ബിയുടെ സ്ട്രക്ചർ വേർഡ്സ് നമ്മൾ പഠിച്ചത് ഈസാമാരാണ്. അപ്പോൾ ഏതെങ്കിലും ചൂസ് ചെയ്യുക. ഈസാണെങ്കിൽ ഹി ആയിരിക്കാം, ഷീ ആയിരിക്കാം, രാജു ആയിരിക്കാം. ആം ആണെങ്കിൽ ഐ, മാറ്റമില്ല ഐ. ആരാണെങ്കിൽ ദേ, യു ആർ, വി ആർ, അങ്ങനെ ഉപയോഗിക്കുക. വി ആർ ഡിസപ്പോയിൻറ്റഡ്. ഓക്കെ, ഇവിടെ നമ്മൾ ഡോക്ടറിനോട് നമ്മളാണ് പറയുന്നത് എന്നുള്ളത് കൊണ്ട് എല്ലാം ഐ ആയിരിക്കാം. അമ്മയാണെങ്കിൽ ചിലപ്പോൾ ഷീ എന്നോ ഹി എന്നോ ഉപയോഗിക്കാം ഇല്ലേ. എക്സിസ്റ്റൻസ് വരുമ്പോൾ മാത്രം അവിടെ തുടങ്ങുന്നത് ദയർ എന്നായിരിക്കും എന്നുകൂടി കരുതുക. ഓക്കെ, ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്തിട്ട് ഇത് തീർത്തതിന് ശേഷം അടുത്ത കാര്യത്തിലേക്ക് പോകാം. ഓക്കെ, വീണ്ടും കുറച്ച് വാക്കുകളുണ്ട്. ഓക്കെ, നിങ്ങൾ തന്നെ ചൂസ് ചെയ്യുക. ഡിപ്രസ്ഡ്, ഗ്ലൂമി, ട്യൂമർ, സ്വെറ്റ്, ഹെഡേക്ക്, വൂണ്ട്, പൈൽസ്. ഓക്കെ, ചെയ്യുന്നു, ആണ്, ഉണ്ട്, ഒരു സ്ഥലത്തും ഉണ്ട് എന്ന്. നിങ്ങൾ ഡോക്ടറോട് ഒരു പ്രശ്നം പറയുമ്പോൾ അത് ഉള്ള ആ പ്രശ്നമുള്ള സ്ഥലവും ചേർത്ത് പറയുന്നതാണ് ഉചിതമെന്ന് തോന്നിയാൽ അത് എക്സിസ്റ്റൻസിൻ്റെ വാചകമായിരിക്കും. എക്സിസ്റ്റൻസ് ആകുമ്പോൾ ആ സ്ഥലത്ത് അതുണ്ടെന്ന് പറയാമല്ലോ. ഓക്കെ, നോക്കുക. ഓക്കെ, ഡിപ്രസ്ഡ് എന്ന വാക്ക് ഏതിൻ്റേതാണെന്ന് കണ്ടുപിടിക്കുക. ഡി കുടുംബത്തിലേതാണോ, അല്ലെങ്കിൽ ബിയിലേതാണോ, അല്ലെങ്കിൽ ഹാവിൻ്റേതാണോ, അല്ലെങ്കിൽ ഈ കുടുംബത്തിൽ നിന്നുള്ളതാണോ എന്ന് കണ്ടുപിടിക്കുക. ഡിപ്രസ്ഡ് എന്ന വാക്ക് ബി ആണെങ്കിൽ ഈ സമ്മർ ആയിരിക്കും. ഇത് ഡൂവിൻ്റേതാണെങ്കിൽ ഡു ഡസ് ആയിരിക്കും. ഹാവിൻ്റേതാണെങ്കിൽ ഹാവ് ഹാസ് ആയിരിക്കും. ദയർ ബിയുടേതാണെങ്കിൽ അത് ദയർ തുടങ്ങി ഈസ് ആർ ആയിരിക്കും. ഓക്കെ, ഇതും ബി എന്നാണ് ഇടേണ്ടത്. കാരണം ഇവിടെ രണ്ട് ബി ആയി മാറും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഇ എന്ന് കൊടുത്തിരിക്കുക. ഓക്കെ, ആദ്യ വാക്ക് ബിയുടേതാണ്. അപ്പോൾ പറയേണ്ടത് എങ്ങനെയാണെന്ന് എഴുതുക. അടുത്തതും ബിയുടേതാണ്. അടുത്തത് ഇ ആണ്. അപ്പോൾ ട്യൂമർ, മുഴ എന്നാണ് അർത്ഥം. മുഴ. ഓക്കെ, മുഴ എവിടെയാണ് എന്ന് പറയുന്നതായിരിക്കും ഉചിതം അല്ലേ. സാർ, എനിക്കൊരു മുഴയുണ്ട്. ഐ ഹാവ് എ മുഴ, ഐ ഹാവ് എ ട്യൂമർ എന്ന് പറയുമ്പോൾ മുഴകൾ പല സ്ഥലത്തും വരാം. അപ്പോൾ നമുക്ക് ദെയർ ഈസ് എ ട്യൂമർ ഓൺ മൈ ബാക്ക്, എൻ്റെ പുറത്തൊരു മുഴയുണ്ട് എന്ന് പറയുന്നതായിരിക്കും ഡോക്ടറിന് കൂടുതൽ മനസ്സിലാക്കുക. ഓക്കെ, ഐ ഹാവ് എ ട്യൂമർ എന്ന് പറയുന്നതിനേക്കാളും മനസ്സിലാകുന്നത് ഈ ദെയർ ബി അല്ലെങ്കിൽ ദെയർ ഈസ്, ദെയർ ആർ എന്ന് പറയുന്നതിലായിരിക്കും. കാരണം ട്യൂമർ പല സ്ഥലത്തും ഉണ്ടാകാം. അപ്പം അതുകൊണ്ട് നമ്മൾ സ്ഥലം ചേർത്ത് പറയണം. അടുത്തത് സ്വെറ്റ് എന്ന് പറയുന്നത് ഏത് കുടുംബത്തിലേതാണെന്ന് നോക്കുക. അത് ഡിയുടെ കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. സ്വെറ്റിംഗ്, ING ഒക്കെ പറയാം. അപ്പം ഐ ഡു സ്വെറ്റ്. അടുത്തത് ഹെഡേക്ക്, എച്ചിൻ്റെ കുടുംബത്തിൽ നിന്നുള്ളതാണ്. അടുത്ത വൂണ്ട്, ഹെഡേക്ക് ആദ്യം വന്നതാണ് അല്ലേ. വൂണ്ട്, മുറിവ്. ഐ ഹാവ് എ വൂണ്ട് എന്ന് പറയുന്നതാണോ, അല്ലെങ്കിൽ എൻ്റെ കാലിൽ ഒരു മുറിവുണ്ടെന്ന് പറയുന്നതാണോ ഡോക്ടറിന് കൂടുതൽ മനസ്സിലാകുക? എൻ്റെ കാലിൻ്റെ അടിയിൽ ഒരു വൂണ്ട് എന്ന് പറയുന്നതാണോ, അല്ലെങ്കിൽ എനിക്കൊരു വൂണ്ട് ഉണ്ട് എന്ന് പറയുന്നതാണോ കൂടുതൽ മനസ്സിലാക്കുക?
അല്ലേ, ആ സ്ഥലം വെച്ച് പറയുന്നതായിരിക്കും. അതുകൊണ്ട് അത് എക്സിസ്റ്റൻസ് ആണ്. ദർ ഈസ് എ വൂണ്ട് ഓൺ മൈ ലെഗ്, ഓൺ മൈ സോൾ, അല്ലേ, എൻ്റെ പാദത്തിൽ ഒരു മുറിവുണ്ട്, ഓക്കെ, എന്ന് പറയുന്നതായിരിക്കും ഉചിതം. അതുകൊണ്ട് നമ്മൾ അതിനെ ഈ എക്സിസ്റ്റൻസ് എന്ന ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എക്സിസ്റ്റൻസ് എന്ന ഗ്രൂപ്പാണെങ്കിൽ പിന്നെ തുടങ്ങേണ്ടത് എങ്ങനെയാണ്? ദെയർ, പിന്നെ എണ്ണം നോക്കി, ഇപ്പോൾ വൂണ്ട്, ദെയർ ഈസ്, ഓക്കെ. കുറേ മുറിവുകളുണ്ടെങ്കിലോ ദെയർ ആർ മെനി വൂണ്ട്സ്, അല്ലേ, വൂണ്ട്സ് എന്ന് നമ്മൾ പറയണം. അടുത്തത് പൈൽസ്, അല്ലേ, എല്ലാവർക്കും അറിയാം. പൈൽസിൻ്റെ സ്ഥലം പറയണോ? പൈൽസിൻ്റെ സ്ഥലമൊന്നും പറയണ്ട. പൈൽസ് എന്ന് പറയുന്ന അസുഖം എവിടെ നിന്നാണ് വരുന്നത്, എവിടെയാണെന്ന് ഡോക്ടറിന് അറിയാം. അതുകൊണ്ട് ഐ ഹാവ് പറഞ്ഞാൽ മതിയാകും. ഇപ്പോൾ ഹെഡ് ഏക്കിനും ഐ ഹാവ് മതി, കാരണം എവിടെയാണ് ഹെഡ് ഏക്കുന്നത് ഡോക്ടറിന് അറിയാം. പക്ഷേ വൂണ്ട് അങ്ങനെയല്ല. വൂണ്ട്, ഐ ഹാവ് വൂണ്ട്, എനിക്കൊരു മുറിവുണ്ട് എന്ന് പറയുന്നതിനൊക്കെ നല്ലത് ഇന്ന സ്ഥലത്തൊരു മുറിവുണ്ട് എന്ന് പറയുന്നതായിരിക്കും. അതുകൊണ്ട് അങ്ങനെ പറയുന്നതായിരിക്കും ഉചിതം, ഓക്കെ. ഇതിപ്പോൾ ബിയുടെ കുടുംബത്തിലെ വാക്കാണ്, ഇതും ബിയുടെ കുടുംബത്തിലെ വാക്കാണ്, ഇല്ലേ. ഇത് ഡൂവിൻ്റെ കുടുംബത്തിലാണ്, ഇത് ഹെഡേക്ക് ഹാവിൻ്റെ കുടുംബത്തിലാണ്. ഇപ്പോൾ ഈ ഹെഡേക്ക് എന്ന വാക്ക് ബിയുടെ കുടുംബത്തിൽ ഉള്ളതാണെന്ന് കരുതിയാൽ എന്ത് സംഭവിക്കും? നമ്മൾ ഈസാമാർ വയ്ക്കും. അപ്പോൾ ഐ വെച്ചാൽ ഐ ആം ഹെഡേക്ക്, ഞാൻ തലവേദനയാണ് എന്നായി മാറും. അങ്ങനെയാണോ? നിങ്ങളത്തെ ഒരു തലവേദനയാണോ? അവനൊരു തലവേദനയാണ്, ഹീ ഈസ് ഹെഡേക്ക്, അല്ലേ. അങ്ങനെ നമ്മൾ പറയാറുണ്ട്. അങ്ങനെ നിങ്ങളെക്കുറിച്ച് പറയുമോ? ഐ ആം ഹെഡേക്ക്, ഡോക്ടർ ഐ ആം ഹെഡേക്ക് എന്ന് പറയാറുണ്ട്? ഇല്ല, ഐ ഹാവ് ഹെഡേക്ക്. അതുകൊണ്ടാണ് ഏത് ആശയത്തിൻ്റെ വാക്കുകളാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ പ്രാധാന്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മാറിപ്പോയാൽ അതിൻ്റെ അർത്ഥം മാറിപ്പോകും, ഓക്കെ. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പുതിയ 4 വാചകങ്ങളാണ്. 4 ആശയത്തിലെയും ഓരോ വാചകങ്ങളുണ്ട്. ആദ്യം ദർ ഈസ് അങ്കിൾ ഇൻ ഹൗസ്, ഹി ഹാസ് മൊബൈൽ ഫോൺ, ഹി ഈസ് മെക്കാനിക്, ഹി ഡസ് റിപ്പയർ എന്നായിരുന്നു. ഇപ്പോൾ നമ്മൾ കുറേ വാചകങ്ങളുണ്ടാക്കി. ഡോക്ടറുമായിട്ടുള്ള സംഭാഷണത്തിൽ വരാവുന്ന കുറേ വാചകങ്ങളുണ്ടാക്കി. അതിൽ നിന്നും കിട്ടിയ 4 വാചകങ്ങളാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ദർ ഈസ് വൂണ്ട് ഓൺ ലെഗ്, ഐ ഹാവ് ഹെഡേക്ക്, ഐ ആം ടയേർഡ്, ഐ ഡു വോമിറ്റ്, ഓക്കെ എന്നാണ്. ഞാൻ ഛർദ്ദിക്കുന്നു ഡോക്ടർ, ഞാൻ ടയേർഡാണ്, എനിക്ക് എന്തുണ്ട്? എനിക്ക് ഹെഡേക്ക് ഉണ്ട്, തലവേദനയുണ്ട്, എൻ്റെ കാലിൽ ഒരു മുറിവുണ്ട്, ഓക്കെ. ഇതാണ് നമ്മൾ പറയുന്നത്, ഓക്കെ. മനസ്സിലാകുന്നുള്ളൂ ഞാൻ പറയുന്നത്? രണ്ടാമത്തെ സ്റ്റേജ് കഴിയുമ്പോഴേക്കും നമ്മളെല്ലാം കവർ ചെയ്യും. ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് പോയത്, അതുകൊണ്ടാണ് ഇത്രയും സമയമെടുത്തത് എന്നുകൂടി മനസ്സിലാക്കണം. ഈ വാചകങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഇപ്പോൾ സ്ലൈഡിൽ കാണുന്ന വാചകങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഈ വാചകങ്ങൾ ഏത് കുടുംബത്തിലേതാണെന്ന് അറിയുവാൻ ശ്രമിക്കുക. There is Onam celebration in Calicut Medical College. Chief Minister is chief guest. He has speech. He does distribute. Okay. വേറൊരു സാഹചര്യത്തിലെ 4 വാചകങ്ങളാണ്. ഒന്ന് there is, അതായത് എക്സിസ്റ്റൻസ് കുടുംബത്തിലൊരു വാചകം. There is Onam celebration in Calicut Medical College. ഓക്കെ, വേറൊരു സാഹചര്യമാണ്. അവിടെ ആരാണ് ആ സെലിബ്രേഷനിൽ ചീഫ് ഗസ്റ്റ്? ചീഫ് മിനിസ്റ്റർ ഈസ് ചീഫ് ഗസ്റ്റ്. ഹി ഹാസ് സ്പീച്ച്. സ്പീച്ച് മീൻസ് പ്രസംഗം ഉണ്ട്. ഹി ഡസ് ഡിസ്ട്രിബ്യൂട്ട്, വിതരണം ചെയ്യുന്നു. ഓക്കെ, ഇത് വേറെ ഒരു സാഹചര്യത്തിൽ ഉപയോഗിക്കുന്ന 4 വാചകങ്ങളാണ്. വേറൊരു സിറ്റുവേഷനിൽ ആദ്യം നമ്മൾ കണ്ടത് ദർ ഈസ് അങ്കിൾ ഇൻ ഹൗസ് എന്നായിരുന്നു. രണ്ടാമത് നമ്മൾ കണ്ടു ദർ ആർ പേഴ്സൺസ് ഇൻ ബസ് കണ്ടു. മൂന്നാമത് ദർ ഈസ് വൂണ്ട് ഓൺ ലെഗ് കണ്ടു. ഇപ്പോൾ 4ാമത് ദർ ഈസ് ഓണം സെലിബ്രേഷൻ ഇൻ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്. അങ്ങനെ ഈ 4 ആശയങ്ങളാണ് ഉള്ളൂ എന്ന് സ്ഥാപിക്കുവാനാണ് ഇങ്ങനെയൊക്കെ എപ്പോഴും വ്യത്യസ്തമായ സാഹചര്യങ്ങൾ കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ ചീഫ് മിനിസ്റ്റർ ഈസ് ചീഫ് ഗസ്റ്റ്. അപ്പോൾ ഇവിടെ എന്തൊക്കെ പോരായ്മകളുണ്ട് അല്ലേ, അതാണ് നമ്മൾ 2ാമത്തെ സ്റ്റേജിൽ കാണുവാൻ പോകുന്നത്. ആ പോരായ്മകളെ തിരുത്തുകയാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇപ്പോൾ ദരീസ് ഈസ് ഉണ്ട്, ഇൽ ഉണ്ട്, ആനാകുന്നു, ഉണ്ട്, വിതരണം ചെയ്യുന്നു. ഇതാണ് നമ്മൾ ഇത്രയും നേരം പഠിച്ചത്. ഓക്കെ, ഡസ് വന്നാൽ വിതരണം ചെയ്യുക എന്നത് വിതരണം ചെയ്യുന്നു എന്നായി മാറുന്നു. ഹി ഹാസ് സ്പീച്ചിൽ സ്പീച്ചുണ്ട്. ചീഫ് മിനിസ്റ്റർ ഈസ് ആണ്, ആകുന്നു, ആണ്. ചീഫ് ഗസ്റ്റ് ദർ ഈസ് ഓണം സെലിബ്രേഷൻ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ ഉണ്ട് ഓണം സെലിബ്രേഷൻ അല്ലേ.
ഇനി ശ്രദ്ധിക്കുക, ഇപ്പോൾ കാണുന്നത് എന്താണ്? കുറച്ചുകൂടി മനോഹരമായ വാചകങ്ങളാണ്. ഒന്നാമത്തെ സ്റ്റേജ് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ എത്തിയിരിക്കുന്നത് രണ്ടാമത്തെ സ്റ്റേജിലാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഒന്നാമത്തെ സ്റ്റേജിലായിരുന്നു. കുറേ കാര്യങ്ങൾ കണ്ടു, കുറേ കാര്യങ്ങൾ പഠിച്ചു. രണ്ടാമത്തെ സ്റ്റേജിലെത്തുമ്പോൾ നിങ്ങൾ നോക്കുക, ഈ വാചകം എങ്ങനെയായെന്ന് നോക്കുക. മനോഹരമായ വാചകങ്ങളായി മാറി. കുറച്ചുകൂടി അർത്ഥപൂർണത ഇവിടെ നമുക്ക് കാണുന്നുണ്ട്. കുറച്ചുകൂടി മനോഹാരിത നമുക്ക് ആസ്വദിക്കുവാൻ സാധിക്കുന്നുണ്ട് അല്ലേ? ഇപ്പോൾ നമ്മൾ ഉള്ളത് രണ്ടാമത്തെ സ്റ്റേജിലാണ്. വായിച്ചു നോക്കുക. ദർ ഈസ് ഓണം സെലിബ്രേഷൻ ഇൻ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്. ചീഫ് മിനിസ്റ്റർ ഈസ് ദ ചീഫ് ഗസ്റ്റ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ. സോ ഹി ഹാസ് എ സ്പീച്ച് ഇൻ ദാറ്റ് ഫംഗ്ഷൻ. ടുഡേ ഇൻ ദാറ്റ് ഫംഗ്ഷൻ ഹി ഡിസ്ട്രിബ്യൂട്ട്സ് മെഡിസിൻ ടു ദ പുവർ. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് കടന്നിരിക്കുകയാണ്. ഒന്നാമത്തെ സ്റ്റേജിലുണ്ടായിരുന്ന ആ വാചകങ്ങൾ രണ്ടാമത്തെ സ്റ്റേജിലായപ്പോൾ എങ്ങനെയാണെന്ന് നോക്കുക. കുറച്ചുകൂടി മനോഹാരിത നമുക്ക് ആസ്വദിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ രണ്ടാമത്തെ സ്റ്റേജ് കഴിയുമ്പോൾ നിങ്ങൾ ഇങ്ങനെയായിരിക്കും. രണ്ടാമത്തെ സ്റ്റേജ് എന്തെന്ന് നിങ്ങൾ കണ്ടിട്ടില്ല. ഓക്കെ, കാണുവാൻ പോകുന്നേയുള്ളൂ. ഇപ്പോൾ ഇത് കണ്ട് പേടിക്കരുത്. രണ്ടാമത്തെ സ്റ്റേജ് കഴിയുമ്പോഴാണ് നിങ്ങൾ ഇങ്ങനെയാകുക. രണ്ടാമത്തെ സ്റ്റേജ് കഴിയുമ്പോൾ മാത്രമാണ് ഇങ്ങനെയാകുക കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വാചകങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയില്ലെന്ന് എനിക്കറിയാം, കാരണം ഞാൻ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. ഓക്കെ, പഠിപ്പിക്കുവാൻ പോകുകയാണ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ സ്റ്റേജ് കഴിയുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന ഏതൊരു വാചകവും ഈ രീതിയിലുള്ളതായിരിക്കും എന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേജ് തുടങ്ങാം. അതിന് മുന്നൊന്ന് വായിച്ച് നോക്കുക. എന്തിനു വേണ്ടിയിട്ട്? ഇതായിരിക്കും ഞാൻ രണ്ടാമത്തെ സ്റ്റേജ് കഴിയുമ്പോൾ എന്ന് മനസ്സിലാക്കുവാനായിട്ട്. അത് തുടങ്ങുന്നതിന് മുന്നേ തന്നെ, പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഒന്ന് വായിച്ച് നോക്കുക. ദർ ഈസ് ഓണം സെലിബ്രേഷൻ ഇൻ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്. ചീഫ് മിനിസ്റ്റർ ഈസ് ദ ചീഫ് ഗസ്റ്റ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ. സോ ഹി ഹാസ് എ സ്പീച്ച് ഇൻ ദാറ്റ് ഫംഗ്ഷൻ. ടുഡേ ഇൻ ദാറ്റ് ഫംഗ്ഷൻ ഹി ഡിസ്ട്രിബ്യൂട്ട്സ് മെഡിസിൻ ടു ദ പുവർ. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജിലില്ലാത്ത വാക്കുകൾ രണ്ടാമത്തെ സ്റ്റേജിലുണ്ട്. അതാണ് ആ ചുവന്ന കളറിൽ കാണുന്നത്. പുതിയ വാക്കുകൾ നമ്മൾ ആഡ് ചെയ്തതാണ് ചുവന്ന കളറിൽ കാണുന്നത്. ഇവിടെ നമ്മൾ ദ ആഡ് ചെയ്തു, ഓഫ് ദാറ്റ് ഫംഗ്ഷൻ ആഡ് ചെയ്തു, സോ ഒരു കണക്റ്റീവ് ആഡ് ചെയ്തു, എ ആഡ് ചെയ്തു, ഇൻ ദാറ്റ് ഫംഗ്ഷൻ ആഡ് ചെയ്തു, ടുഡേ ഇൻ ദാറ്റ് ഫംഗ്ഷൻ ആഡ് ചെയ്തു. ഇവിടെ ഡസ് മറച്ച് എന്താക്കി? അതിൽ ഡസ് ഡിസ്ട്രിബ്യൂട്ട് എന്നായിരുന്നു, പക്ഷേ ഇത് ഡിസ്ട്രിബ്യൂട്ട്സ് എന്നാക്കി. ഡസ് പിറകിൽ കൊണ്ടുപോയി മെഡിസിൻ ടു ദ പുവർ എന്ന് നമ്മൾ വീണ്ടും ചേർത്തു. നിങ്ങൾ രണ്ടാമത്തെ സ്റ്റേജ് കഴിയുമ്പോൾ നിങ്ങൾ ഇങ്ങനെയായിരിക്കും. അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ സ്റ്റേജ് കഴിയുമ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് ചിന്തിക്കുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ദ എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ വെച്ചത്? ഇതിൻ്റെ അർത്ഥം പഠിക്കണം. ഓഫ് ദാറ്റ് ഫംഗ്ഷൻ, ഇത് എങ്ങനെ ഉണ്ടായി, ഇതെങ്ങനെ ഉണ്ടാക്കാം. സോ ഈ കണക്റ്റീവ് എന്തിനാണ്, വേറെ കണക്റ്റീവ്സ് ഏതൊക്കെയാണ്, വേറെ പ്രപ്പോസിഷൻസ് ഏതൊക്കെയാണ്, വേറെ ഡിറ്റർമിനേഴ്സ് ഏതൊക്കെയാണ് എന്നൊക്കെ പഠിക്കണം. കാലങ്ങളെക്കുറിച്ച് പഠിക്കണം, പല പല സഹായികളെക്കുറിച്ച് പഠിക്കണം. ഇവിടെയൊക്കെ നമ്മൾ കണ്ടത് ഈസ് ഹാസ്, പിന്നെ ഡസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അല്ലെങ്കിൽ ഡു കണ്ടു, ഹാവ് കണ്ടു, ആർ കണ്ടു, ആം കണ്ടു, അതിൽ കൂടുതലൊന്നും കണ്ടിട്ടില്ല. ഇനി കാണാൻ പോകുന്നത് ഇനി ഇവരല്ലാതെ വേറെയുള്ള പദങ്ങളെയാണ്, സഹായികളെയാണ്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇതിനു വേണ്ടി സ്വപ്നം കാണുക. തേർഡ് സ്റ്റേജിൽ എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. ഓക്കെ, കഴിഞ്ഞ സ്ലൈഡിലൂടെ മനസ്സിലാക്കിയ കാര്യങ്ങളെ വേണമെങ്കിൽ നമുക്ക് ഭാവി കാലത്തിലേക്ക് മാറ്റാം അല്ലേ? ഭാവി, വർത്തമാനം, ഭൂതം എങ്ങനെ മാറ്റുവാനായിട്ട് സാധിക്കും. ഓക്കെ, അതൊക്കെയാണ് നമ്മൾ കാണുവാനായിട്ട് പോകുന്നത്. ഇവിടെ ഞാൻ പഠിപ്പിക്കുകയല്ല, മറിച്ച് വെറുതെ ഒന്ന് കാണിക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നാണ് കാണുവാനായിട്ട് പോകുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഇപ്പം ദർ ഈസ് ഓണം സെലിബ്രേഷൻ ഇൻ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്. ഇന്നത്തെ ദിവസം ഏതാണ്? ഇന്ന് സൺഡേ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇന്ന് സൺഡേ ആണ്. അപ്പോൾ ഇന്നാണ് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ ഓണം സെലിബ്രേഷൻ. അപ്പോൾ എന്ത് പറയും? ദർ ഈസ് ഓണം സെലിബ്രേഷൻ ഇൻ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് ടുഡേ. ടുഡേ ഇൻ ദാറ്റ് ഫംഗ്ഷൻ ചീഫ് മിനിസ്റ്റർ ഈസ് ദ ചീഫ് ഗസ്റ്റ്. ടുഡേ ഹി ഹാസ് എ സ്പീച്ച്. ടുഡേ ഇൻ ദാറ്റ് ഫംഗ്ഷൻ ഹി ഡിസ്ട്രിബ്യൂട്ട്സ് മെഡിസിൻ ടു ദ പുവർ. ഓക്കെ, അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ടുഡേ അല്ലെങ്കിൽ നൗ വെച്ചിട്ട് നമുക്ക് പ്രസൻറ്റ് ഉണ്ടാക്കുവാൻ സാധിക്കും അല്ലേ? ഇനി ഈ ഫംഗ്ഷൻ കഴിഞ്ഞാൽ എന്തായി? ഇന്ന് സൺഡേ അല്ലേ? സൺഡേ കഴിഞ്ഞ് മൺഡേ ആയാൽ ആ 4 വാചകങ്ങൾ നമ്മൾ എന്താക്കി പറയണം? പാസ്റ്റാക്കി പറയണം അല്ലേ? പാസ്റ്റാക്കി പറയണം. ഇന്ന് ശനിയാണെങ്കിലോ, നാളെയാണോ ഫംഗ്ഷനെങ്കിലോ ഈ 4 വാചകങ്ങൾ ഫ്യൂച്ചറാക്കി പറയണം അല്ലേ? നാളെയാണ് ഫംഗ്ഷൻ, ഇന്ന് ശനിയാണ്.
അപ്പോൾ ഞായറാഴ്ചയാണ് ഫംഗ്ഷൻ. അപ്പോൾ ആ 4 വാചകങ്ങൾ തൊട്ട് മുൻപ് കണ്ട വാചകങ്ങൾ ഫ്യൂച്ചറാക്കി പറയണം. സൺഡേ പറയുമ്പോൾ നൗവോ അല്ലെങ്കിൽ ടുഡേ വെച്ച് പ്രസൻ്റാക്കി പറയണം. സൺഡേ കഴിഞ്ഞ് മൺഡേ പറയുമ്പോൾ ഇതെല്ലാം എന്താകും, പാസ്റ്റാക്കി പറയണം. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇത് ശനിയാഴ്ച പറയുകയാണ്, നാളെ വായിച്ചു നോക്കൂ. There will be Onam celebration in Calicut Medical College. Chief Minister will be the chief guest of that function. So, he will have a speech in that function. Tomorrow in that function, he will distribute medicine to the poor. Okay? അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ വിൽ ബി എന്തുകൊണ്ട് വന്നു, അല്ലേ, ഇവിടെ വിൽ ഹാവ് എങ്ങനെ വന്നു, ഇതൊക്കെ രസകരമായിട്ട് നമ്മൾ പഠിക്കും. ഇതിനെക്കുറിച്ചൊന്നും നിങ്ങൾ വേവലാതിപ്പെടരുത്, നമ്മൾ തുടങ്ങുവാനായിട്ട് പോകുന്നേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് എന്താ അറിയാമെന്ന് നോക്കിയാൽ മതി. ദർ ഈസ് അങ്കിൾ ഇൻ ഹൗസ്, ഹി ഹാസ് എ മൊബൈൽ ഫോൺ, ഹി ഈസ് മെക്കാനിക്, ഹി ഡസ് റിപ്പയർ. ഇത്രയും അറിയാമോ? അത്രയും മതി. ഇനി ബാക്കിയുള്ള കാര്യം ഞാൻ ഏറ്റു കേട്ടോ. ഇപ്പോൾ ശനിയാഴ്ച നമ്മൾ പറയുമ്പോൾ ഞായറാഴ്ച സംഭവിക്കാൻ പോകുന്ന കാര്യം, ശനിയാഴ്ച പറയുമ്പോൾ ടുമാറോ ഇൻ ദാറ്റ് ഫംഗ്ഷൻ ഹി വിൽ ഡിസ്ട്രിബ്യൂട്ട് മെഡിസിൻ ടു ദ പുവർ. അണ്ടർസ്റ്റാൻഡ്? വിൽ ബി വന്നു, ഫ്യൂച്ചർ ആയി മാറ്റുന്നു. വിൽ എല്ലാത്തിലും കയറി വന്നു. ഈ സമ്മർ നഷ്ടപ്പെട്ടു, ബി കയറി വന്നു. എന്തുകൊണ്ടാണ് ബി വന്നത്, ഹാവ് വന്നത്, ഇതെല്ലാം നമ്മൾ വ്യക്തമായിട്ട് പഠിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇത് പ്രസൻറ്റ്, ഇതാണ് നമ്മൾ കണ്ടത്. എന്താണ്? There is Onam celebration in Calicut Medical College. Chief Minister is the chief guest of that function. So he has a speech in that function. Today in that function he distributes medicine to the poor. ഇപ്പോൾ ഞായറാഴ്ചയായി, ഇപ്പോൾ അത് പ്രസൻറ്റായി. അപ്പോൾ നമ്മൾ പ്രസൻറ്റാക്കി പറഞ്ഞു. ഇനി നമുക്കിതിനെ പാസ്റ്റാക്കി പറയുമ്പോൾ എങ്ങനെയായിരിക്കും വരിക? പാസ്റ്റ് എങ്ങനെയായിരിക്കും വരിക? കണ്ട, പാസ്റ്റായി മാറ്റി. There was Onam celebration in Calicut Medical College. Chief Minister was the chief guest of that function. So he had a speech in that function. Yesterday, ഇന്നലെ, in that function he distributed. Yesterday in that function he distributed medicine to the poor. പാസ്റ്റാക്കി പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഇതെന്തൊക്കെയാണെന്നാണ് കണ്ടത്. ഫസ്റ്റ് സ്റ്റേജിൽ 4 വാചകങ്ങൾ ഉണ്ടാക്കി, 4 ആശയങ്ങളിലുണ്ടാക്കി അതിനെ സെക്കൻഡ് സ്റ്റേജിലേക്ക് കൊണ്ടുപോവുകയാണ്. ഓക്കെ, ഇത്രയും നേരം നിങ്ങൾ എന്നെ ശ്രവിച്ചതിന് നന്ദി. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് എന്തറിയണം? ദർ ഈസ് അങ്കിൾ ഇൻ ഹൗസ്, ഹി ഹാസ് മൊബൈൽ ഫോൺ, ഹി ഈസ് മെക്കാനിക്, ഹി ഡസ് റിപ്പയർ. ഓക്കെ, ആ വാചകങ്ങളെ ഇങ്ങനെയുള്ള വാചകങ്ങളാക്കി എങ്ങനെ മാറ്റാമെന്നാണ് ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഇത് നമ്മൾ ചെയ്യുവാനായിട്ട് പോകുന്നു. ഓക്കെ, നമ്മൾ ആദ്യം ഒരു ബസ്സിൽ നിന്ന് കുറച്ച് വാചകങ്ങൾ ഉണ്ടാക്കിയില്ലേ? എന്താണ്? There is lady in bus. She has a bag. She is an advocate. അല്ലേ? കുറച്ച് മുൻപ് നമ്മൾ ബസ്സിൽ നിന്നും കുറച്ച് വാചകങ്ങൾ ഉണ്ടാക്കിയില്ലേ? ഓർക്കുന്നുണ്ടോ? There is lady in bus. She has bag. She is advocate. She does talk. അല്ലേ? അപ്പോൾ ഇനി നമ്മൾ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്തേക്കുക? ഇനി അങ്ങനെയുള്ള വാചകങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യുക? ഇഷ്ടംപോലെ അങ്ങനെയുള്ള വാചകങ്ങൾ പുറത്തുണ്ട്, എവിടെയുമുണ്ട്, ആര് നോക്കിയാലുമുണ്ട്. അവിടെ നിന്ന് വാചകങ്ങൾ ഉണ്ടാകുക. എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ അതിനെന്താക്കുക? പാസ്റ്റാക്കി എഴുതുക. ഇന്ന് നിങ്ങൾ പ്രസൻ്റാക്കി എഴുതുന്നു, പിറ്റേ ദിവസം അതിനെ പാസ്റ്റാക്കി എഴുതുക. ഓക്കെ, അതിൻ്റെ പിറ്റേ ദിവസം എന്താക്കി എഴുതണം? ഫ്യൂച്ചറാക്കി എഴുതാൻ പറ്റില്ലല്ലോ. കാരണം എന്താ? ഫ്യൂച്ചർ തലേ ദിവസം നടക്കേണ്ട ഒന്നാണ്. പിന്നെ അത് നടക്കുന്നു, പിന്നെ നടന്നു എന്ന് പറയണം. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഡേറ്റ് എഴുതുക. ഓക്കെ, ഡേറ്റ് എഴുതിയതിന് ശേഷം, ഫോർ എക്സാമ്പിൾ ഇന്ന് 5-ാം തീയതി ആണെങ്കിൽ പ്രസൻറ്റിൽ എഴുതി, എന്നിട്ട് 6-ാം തീയതി പാസ്റ്റാക്കി എഴുതിയതിന് ശേഷം, പിന്നെ പിറ്റേ ദിവസം 4-ാം തീയതി എന്ന് എഴുതിയതിന് ശേഷം അതിനെ ഫ്യൂച്ചറാക്കി മാറ്റി എഴുതുക. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആദ്യം നടക്കുന്ന കാര്യങ്ങൾ കാണുന്ന നമ്മൾ പ്രസൻ്റാക്കി എഴുതുന്നു, പിന്നെ പിറ്റേ ദിവസം ആ ഡേറ്റ് എഴുതിയിട്ട് പാസ്റ്റാക്കി എഴുതുന്നു. പിറ്റേ ദിവസം എന്ത് ചെയ്യണം? തലേ ദിവസം പറയുന്നത് പോലെ എഴുതണം. അതായത് ഫ്യൂച്ചർ ഘടനകളാക്കി മാറ്റി എഴുതണം. അതുകൊണ്ട് ഡേറ്റ് ഒന്ന് കുറച്ച് എഴുതണം. മനസ്സിലായോ? ഓക്കെ, ഈ രീതിയിൽ നമുക്ക് പഠിച്ചു പോകുവാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് 3rd സ്റ്റേജിൽ എന്താണ് ചെയ്യുവാൻ പോകുന്നത് എന്നാണ്. ഓക്കെ, അതുകൂടി കണ്ടതിന് ശേഷം 2nd സ്റ്റേജ് നമ്മൾ തുടങ്ങും. 2nd സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷം പിന്നെ വീണ്ടും 3rd സ്റ്റേജ് തുടങ്ങും. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്ത് കാണുവാൻ പോകുന്നു? 3rd സ്റ്റേജിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് ഇപ്പോൾ തന്നെ കണ്ടതിന് ശേഷം, there is uncle in house, he has mobile phone,
ഹി ഈസ് മെക്കാനിക്, ഹി ഡസ് റിപ്പയർ എന്ന വാചകം വെച്ച് സെക്കൻഡ് സ്റ്റേജ് നമ്മൾ ആരംഭിക്കും. ഓക്കെ, അതിലേക്ക് ഇങ്ങനെയുള്ള വാക്കുകൾ ഭൂതകാലം, ഭാവികാലം, കുറേ സഹായികളെയൊക്കെ ചേർത്ത് മനോഹരങ്ങളായ വാചകങ്ങളാക്കി നമ്മൾ മാറ്റും. സോ ക്യാൻ വി ഗോ ടു ദ തേർഡ് സ്റ്റേജ്? ജസ്റ്റ് സീ വാട്ട് വി ക്യാൻ ഡു ഓൺ തേർഡ് സ്റ്റേജ്. ഓക്കെ, അതിനുശേഷം വി ക്യാൻ ബിഗിൻ ദ സെക്കൻഡ് സ്റ്റേജ്. താങ്ക് യു. ബ്രിട്ടീഷ് ആചാര്യ, ഇംഗ്ലീഷ് ഈസ് മൈ ലൈഫ്. ഇംഗ്ലീഷ് ആകുന്നു എൻ്റെ ജീവിതം.